ഹായ് ഡിയേഴ്സ്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പാർട്ടാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. The purpose of the education system is to develop good human beings capable of rational thought and action, possessing compassion and empathy, courage and resilience, scientific temper and creative imagination with a sound ethical moorings and values. It aims at producing engaged, productive, and contributing citizens for building an equitable, inclusive, and plural society as envisaged by our Constitution. അപ്പോ 2020-ലുള്ളത് NEP ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. നമ്മൾ 1986 പഠിച്ചിട്ടുള്ളത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE ആണ്. അപ്പം 1986 NPE ആണ്, 2020 NEP ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മുടെ ഒരു എഡ്യൂക്കേഷന്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നല്ല ഹ്യൂമൻ ബീയിങ് ആക്കിയിട്ട് കേപ്പബിൾ ആക്കുക. അവർ ഒരുപാട് അവർക്ക് നല്ല വാല്യൂസ് അല്ലെ, സിമ്പതി, എമ്പതി, അത്തരത്തിലുള്ള കമ്പാഷൻ, അതൊക്കെ. അതുപോലെ നല്ല കറേജ് ഉണ്ടാവുക, നല്ല കോൺഫിഡൻസ് ഉണ്ടാവുക, ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാവുക, നല്ല ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക, അവർക്ക് നല്ല സയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു ശാസ്ത്രീയ അവബോധവും ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെ നല്ല രീതിയിൽ നല്ല വാല്യൂസ് ഉള്ള നല്ല ഹ്യൂമൻ ബീയിങ്സ് ആക്കിയിട്ട് അവരെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ നാഷണലിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ല സിറ്റിസൺസ് ആക്കിയിട്ട് നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്തുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളെയും ഒക്കെ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് നല്ല രീതിയിൽ ഒരു പ്ലൂറൽ സൊസൈറ്റി, എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരും ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ, കാസ്റ്റ് ബേസ്ഡ് ഡിഫറൻസ് ഇല്ലാതെ, നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനു മുമ്പ് നല്ലൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാവണം എന്നും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതായത് നല്ലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എപ്പോഴും സ്കൂളിൽ പോകണമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ മതി എന്ന് തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവണം. വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അല്ലെ. അവരെപ്പോഴും കെയർ ചെയ്യുന്ന, കുട്ടികളെ എപ്പോഴും വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള വളരെ സേഫ് ആൻഡ് സെക്യൂർ അറ്റ്മോസ്ഫിയർ ഉള്ള അത്തരത്തിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ. അവിടെ കുട്ടികൾക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടണം, നല്ല ക്വാളിറ്റി ഉണ്ടാവണം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം, അവർക്ക് അവിടെ നല്ല ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ഉണ്ടാവണം, റിസോഴ്സുകൾ ഉണ്ടാവണം. അതുപോലെ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ അവരുടെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ ഉണ്ടാവണം അല്ലെ. അപ്പം അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ. തീർച്ചയായിട്ടും നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിനുള്ള ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തില് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓരോ സ്റ്റേജിലും, എഡ്യൂക്കേഷന്റെ കുട്ടികളുടെ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യണം, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഫെസിലിറ്റീസും എൻവയോൺമെന്റും ഒക്കെ അവിടെ ഒരുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമാണ് കുട്ടിക്ക് ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് NEP-യുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Replacing the traditional 10+2 schooling system with a 5+3+3+4 system. അപ്പം ഫസ്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ 10+2 ആ ഒരു സ്കീം, 10+2 സിസ്റ്റം. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള 10 വർഷവും പിന്നെ +1 +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആ ഒരു രീതിയിലുള്ള 2 വർഷവും ആ ഒരു സ്കൂളിംഗ് സിസ്റ്റം മാറ്റിയിട്ട് പുതിയൊരു സ്കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് 5+3+3+4 സിസ്റ്റം കൊണ്ടുവന്നു. ഇവിടെ 5+3+3+4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ 5 വർഷങ്ങൾ
അതായത് പ്രീ സ്കൂളും അവരുടെ പ്രൈമറി എഡ്യൂക്കേഷന്റെ ഫസ്റ്റ് സ്റ്റേജുമാണ് വരുന്നത്. അതായത് 3 to 4 വരുന്ന പ്ലേ സ്കൂൾ, ദെൻ 4 to 5 വരുന്ന LKG അല്ലെങ്കിൽ ജൂനിയർ കിൻഡർ ഗാർഡൻ, ദെൻ 5 to 6 ഇയർ വരുന്ന UKG ഓർ സീനിയർ കിൻഡർ ഗാർഡൻ, ദെൻ പിന്നീട് വരുന്ന ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്. ആദ്യത്തെ 5 വർഷങ്ങൾ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾ വിരലിൽ ഇങ്ങനെ എണ്ണി നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പൊ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് പ്രീ സ്കൂള് 3 വർഷവും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് 2 വർഷം. ദെൻ പിന്നെ വരുന്ന 3 വർഷം നമ്മൾ LP എന്നൊക്കെ പറയുന്നത് പോലെ തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ്. പിന്നെ വരുന്ന +3 എന്ന് പറയുന്നത് UP എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ 6th, 7th, 8th. ദെൻ വരുന്ന 4 ഇയേഴ്സ് എന്ന് പറയുന്നത് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. അതായത് 9th, 10th, +1, +2. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. ആദ്യത്തേത് 12 വർഷങ്ങളാണെങ്കിൽ ഇത് 15. എന്തുകൊണ്ടാ? 3 വർഷം പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇത്രത്തോളം നമ്മൾ ഒരു മോണ്ടിസോറി TTC പഠിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രാധാന്യം ഉള്ളതും അതുകൊണ്ട് തന്നെയാണ്. അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. Then second point നോക്കാം, recognizing, identifying and fostering the unique capabilities of each student by sensitizing teachers as well as parents to promote each student's holistic development in both academic and non-academic spheres. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ capabilities ഒക്കെ ഐഡന്റിഫൈ ചെയ്തു, അതിനെ കൂടുതൽ എന്താണ് അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് അതിനെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ അവരുടെ ഓരോ കുട്ടികളെയും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അക്കാദമിക് ഫീൽഡിൽ മാത്രമല്ല, നോൺ അക്കാദമിക് കോ കരിക്കുലർ ആയിട്ട് ആർട്സില്, സ്പോർട്സില്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവരെ ഫോക്കസ് ചെയ്ത് അവരുടെ ഡെവലപ്മെന്റ് നമ്മൾ എൻഷുർ ചെയ്യും. Then third point നോക്കാം, according the highest priority to achieve foundational literacy and numeracy by all students by grade 3. അതുപോലെ 3ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അവർക്ക് ന്യൂമറസിയിലും അതുപോലെ തന്നെ ലിറ്ററസിയിലും ഒക്കെ അതിന്റെ ഫൗണ്ടേഷൻ അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ ലെറ്റേഴ്സും ഒക്കെ പഠിച്ച് എഴുതാനും വായിക്കാനും അതുപോലെ തന്നെ ആ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കാനും അതുപോലെ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ 3ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കരിക്കുലം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കുട്ടികളെ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, flexibility so that learner have the ability to choose their learning trajectories and programs and thereby choose their own paths in life according to their talents and interest. അതുപോലെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മൾ എപ്പോഴും. അപ്പം ലേണറിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ എബിലിറ്റീസ് അനുസരിച്ച് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോവുകയും അവരുടേതായിട്ടുള്ള പാത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റണം, അവരുടെ ഇൻട്രസ്റ്റുകളും ടാലന്റിലോട്ടും നമുക്ക് എത്താൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളുടെ ഇൻട്രസ്റ്റിനും ടാലന്റിനും ഒക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. Then fifth point, no hard separation between arts and sciences, between curricular and extracurricular activity, between vocational and academic streams, etc., in order to eliminate harmful hierarchies among and silos between different areas of learning. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ആർട്സും സയൻസും നല്ല രീതിയിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെയും നമ്മൾ അധികം സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ വൊക്കേഷണൽ ആൻഡ് അക്കാദമിക് സ്ട്രീംസ്, അതിപ്പോ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ഉണ്ട്, അല്ലാതെ അക്കാദമിക് ആയിട്ട് മാത്രമുള്ള എഡ്യൂക്കേഷൻ സ്ട്രീംസ് ഉണ്ടല്ലോ, അതിനെയും ഹാർഡായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റക്കുറച്ചിലുകൾ, അവർ ആർട്സ് ആണ് ഇവര് സയൻസ് ആണ്,
അല്ലെങ്കിൽ അവര് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സാണ് പഠിച്ചതെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ നമ്മള് എന്താണ് സൊസൈറ്റി തന്നെ എന്താണ് തരംതിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരാളൊന്നിനും കൊള്ളില്ല, അവര് എല്ലാം പഠിച്ചിട്ടുണ്ട്, ആ ഒരു രീതിയിലൊക്കെയുള്ള ആ ഒരു വേർതിരിവും വേർവ്യത്യാസങ്ങളും അത്തരത്തിലുള്ള ലേണിങ്ങില് നമ്മൾ കുട്ടികളെ സൊസൈറ്റിയിൽ അവരെ ആ ഒരു രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Then multidisciplinary and a holistic education across the sciences, social sciences, arts, humanities, and sports for a multidisciplinary world in order to ensure the unity and integrity of all knowledge. അതുപോലെ തന്നെ എന്താണ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ഒരു എന്താണ് എഡ്യൂക്കേഷൻ ഒരു ഓവറോൾ ലെവലിൽ എല്ലാ സബ്ജക്റ്റിലും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സയൻസും സോഷ്യൽ സയൻസും ആർട്സും ഹ്യൂമാനിറ്റീസും സ്പോർട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യൂണിറ്റി ഉള്ള ആ ഒരു നല്ല രീതിയിൽ തന്നെ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ നോളജും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു NEP-യുടെ മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. Next point, emphasize on conceptual understanding rather than rote learning and learning for exams. അപ്പം കുട്ടികൾക്ക് ഓരോ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലാതെ ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക എന്നുള്ള രീതിയല്ല. അവർക്ക് ലൈഫിൽ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഡിഫറെന്റ് കോൺസെപ്റ്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ക്രിയേറ്റിവിറ്റി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ടു എൻകറേജ് ലോജിക്കൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ കുട്ടികൾക്ക് എന്താണ് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും അതുപോലെ കാര്യങ്ങൾ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ട് വിമർശനാത്മകമായിട്ടൊക്കെ ചിന്തിച്ച് ആ ഒരു രീതിയിൽ കുട്ടികളുടെ ഡിസിഷൻ മേക്കിംഗ് ആ ഒരു എന്താണ് ബുദ്ധിപരമായിട്ട് ലോജിക്കലായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ പുതിയ ഇന്നോവേഷൻസ് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും അവരുടെ ഇമാജിനേഷൻ സ്ട്രെങ്തൻ ചെയ്യാനും ആ ഒരു രീതിയിലുള്ള ഒരു ലേണിംഗ് ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ പഴയ ആ ഒരു ബൈഹാർട്ട് പഠിക്കുക അല്ലെങ്കിൽ സോറി പഴയ ആ ഒരു ബൈഹാർട്ട് പഠിക്കുക അത് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ടീച്ചേഴ്സ് കൂടുതൽ എന്താണ് ആക്റ്റീവ് ആയിരിക്കും, ഒരു ടീച്ചർ സെന്റേർഡ് ആയിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആണ് വേണ്ടത്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഇമാജിനേഷൻസ് അവരുടെ ആ ഒരു തിങ്കിങ് ഡിസിഷൻ മേക്കിംഗ് പവർ ഒക്കെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ആ ഒരു രീതിയിൽ കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. Then next, ethics and human and constitutional values like empathy, respect for others, cleanliness, courtesy, democratic spirit, spirit of service, respect for public property, scientific temper, liberty, responsibility, pluralism, equality and justice. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഹ്യൂമൻ വാല്യൂസ് അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എൻഷ്രൈൻ ചെയ്തിട്ടുള്ള കുറച്ച് വാല്യൂസ് ഉണ്ട്. അത്തരത്തിലുള്ള വാല്യൂസിനൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, എഡ്യൂക്കേഷനിലൂടെ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പം മോറൽ സ്റ്റോറീസും അതുപോലെ വാല്യൂ റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള നല്ല വാല്യൂസ് കുട്ടികളിൽ വരുത്താൻ പറ്റും. അപ്പം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി കാണാനും നല്ല ഹൈജീനിക് ആയിട്ട് നല്ല വൃത്തിയോടെ ഇരിക്കാനും അതുപോലെ തന്നെ നല്ല ഡെഡിക്കേഷനോടുകൂടെ നല്ല രീതിയിൽ നല്ല ഹ്യൂമൻ ബീങ്സ് ആയിട്ട് മുന്നോട്ട് പോകാനും അതുപോലെ നല്ല ജനാധിപത്യപരമായിട്ടുള്ള ആ ഒരു സ്പിരിറ്റും നാഷണലിസവും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടൊക്കെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൈൻഡ്, അതുപോലെ തന്നെ പൊതുമുതലുകളെയൊക്കെ സംരക്ഷിക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഒരു ശാസ്ത്രീയ അവബോധത്തോടു കൂടെ ആ ഒരു എന്താണ് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുക, നമ്മുടെ നാഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ തന്നെ നല്ല ഫ്രീഡവും കുട്ടികൾക്ക് ഉത്തരവാദിത്ത ബോധവും ഉണ്ടാവണം. എല്ലാ കുട്ടികളെയും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഒരേ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനും ഫെസിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്ത് അല്ല നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു നീതിയോടുകൂടെ എല്ലാവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടത്. Then promoting multilingualism and the power of language in teaching and learning.
അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ മുമ്പ് 3 ലാംഗ്വേജ് ഫോർമുല എന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ എന്താണ് ഡിഫറെന്റ് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ടീച്ചിങ് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും മദർ ടങ് ആണെങ്കിലും ഇനി ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ആ ഒരു ലാംഗ്വേജിന്റെ പവർ ടീച്ചിങ്ങിലുണ്ട്, ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലുണ്ട്. അപ്പൊ അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. Then life skills such as communication, cooperation, teamwork and resilience. അതുപോലെ തന്നെ എന്താണ് കുട്ടികൾക്ക് ലൈഫിൽ അത്യാവശ്യം വേണ്ട അവരുടെ സ്കില്ലുകൾ, പരസ്പരം കോപ്പറേറ്റ് ചെയ്യുക, ടീം വർക്ക് ആയിട്ടിരിക്കുക, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ എക്സസൈസുകളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള ലൈഫ് സ്കില്ലുകളെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. എഡ്യൂക്കേഷനിലൂടെ തന്നെ അത് പ്രൊമോട്ട് ചെയ്യണം. Then focus on regular formative assessment for learning rather than the summative assessment that encourage today's coaching culture. അപ്പൊ എന്താണ് ഒരു ഇയർ എൻഡിൽ മാത്രമുള്ള ഒരു അസസ്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അതായത് ഓരോ പെർട്ടിക്കുലർ ടേം ആകുമ്പോഴും ആ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ് വേണ്ടത്. കാരണം ഇയർ എൻഡിൽ കൊണ്ടുപോയിട്ട് കുട്ടികളുടെ ഒരു കാര്യങ്ങൾ ഇവാലുവേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിന് പിന്നെ നെക്സ്റ്റ് ഇയറിലോട്ട് കുട്ടി പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ പുതിയ ടീച്ചേഴ്സ് ആയിരിക്കും, കുട്ടിയുടെ പ്രോഗ്രസ്സോ ഇമ്പ്രൂവ്മെന്റോ അവിടെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു 2 മന്ത് 3 മന്ത് ഗ്യാപ്പിൽ ആ ഒരു ഫോർമേറ്റീവ് അസസ്മെന്റുകൾ നടത്തുകയാണെങ്കിൽ കുട്ടിക്ക് എത്രത്തോളം ചേഞ്ചസ് ആവശ്യമാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ട ശ്രദ്ധ, ആ ഒരു കെയറിങ് പാരന്റ്സിനോടും ഒക്കെ കുട്ടിയുടെ അറ്റൻഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് കുട്ടിയുടെ കൃത്യമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇമ്പ്രൂവ്മെന്റ് വേണ്ട മെഷേഴ്സ് ഒക്കെ എടുത്ത് അവരെ ഇമ്പ്രൂവ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലോട്ട് വിടാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. Then next point നോക്കാം, extensive use of technology in teaching and learning, removing language barriers, increasing across for students and educational planning and management. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് ഡിഫറെന്റ് ടെക്നോളജി, മോഡേൺ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യുക, അതുപോലെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അതിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക, അതുപോലെ ആ ഒരു രീതിയിൽ എഡ്യൂക്കേഷന്റെ പ്ലാനിങ്ങും മാനേജ്മെന്റും ഒക്കെ നമ്മൾ കൊണ്ടുവരിക. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും മോഡേൺ ആ ഒരു ടെക്നോളജി ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു ലെവലിലോട്ട് നമുക്ക് എഡ്യൂക്കേഷനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. Then next point, respect for diversity and respect for the local context in all curriculum. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കരിക്കുലത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു നമ്മൾ പറയും ഇന്ത്യ എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണെന്ന് പറയും അല്ലെ, നാനാത്വത്തിൽ ഏകത്വം. അപ്പം നമ്മുടെ ഇന്ത്യയിൽ അത്രത്തോളം ഡിഫറെന്റ് കൾച്ചർ, ലാംഗ്വേജ് എല്ലാം ക്വൈറ്റ്ലി ഡിഫറെന്റ് ആണ്. ലൈഫ് സ്റ്റൈല്, ഫുഡ് സ്റ്റൈല് എല്ലാം നോക്കുമ്പോൾ ഡിഫറെന്റ് ആണ്. ഓരോ ഏരിയയുടെയും അതിന്റെ പ്രാധാന്യം, ഹിസ്റ്റോറിക്കൽ പ്രാധാന്യം ഒക്കെ നോക്കുമ്പോൾ അത് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് പോളിസിയിലാണെങ്കിലും എല്ലാ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഓരോ ഏരിയാസിലുമുള്ള ഡിഫറെന്റ് പ്രാധാന്യങ്ങളെ കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ കേരളത്തിലുള്ള ഒരു സിലബസ് ആകുമ്പം കേരളം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ വെക്കണം. എങ്കിൽ കൂടിയും കുട്ടികളുടെ ചുറ്റുപാടും എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ലേണിംഗിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. Then full equity and inclusion as the cornerstone of all educational decisions to ensure that all students are able to thrive in the education system. അതുപോലെ തന്നെ എല്ലാരെയും ഈക്വലി ട്രീറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണം, ഒരു ഡിസ്ക്രിമിനേഷനും വെക്കരുത്. അതുപോലെ തന്നെ എന്താണ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികളുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളെ സൊസൈറ്റിയെ നല്ല രീതിയിൽ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് എഡ്യൂക്കേഷണൽ സിസ്റ്റം വരണം എന്നുള്ളതാണ്. Then synergy in curriculum across all levels of education from early childhood care and education to school education to higher education. അതുപോലെ തന്നെ എന്താണ് ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ തൊട്ട് ആ ഒരു കണക്ഷനും ഇന്റഗ്രേഷനും ആ ഒരു എനർജിയിലൂടെ നമുക്ക് കരിക്കുലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ആദ്യം വരുന്നത്. അപ്പൊ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് കെയറിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് ആ ഒരു കണ്ടിന്യൂഷനും ആ ഒരു ഇൻസ്പിറേഷനും ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിൽ
ആ ഒരു ഏർലി എഡ്യൂക്കേഷനിൽ നിന്ന് സ്കൂൾ എഡ്യൂക്കേഷനിലോട്ടും പിന്നീട് ഹയർ എഡ്യൂക്കേഷനിലോട്ടും ആ ഒരു എനർജി പാസ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു എന്താണ് കണക്ഷനും കണ്ടിന്യൂഷനും കുട്ടികൾക്ക് ആ ഒരു ഇൻട്രസ്റ്റും ഒക്കെ വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കരിക്കുലം ഒക്കെ തന്നെ സെറ്റ് ചെയ്യേണ്ടത്. And teachers and faculty are the heart of the learning process. Their recruitment, continuous professional development, positive working environment and service condition. അതുപോലെ ടീച്ചേഴ്സ്, തീർച്ചയായിട്ടും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെ റിക്രൂട്ട് ചെയ്യുമ്പോഴും എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള അവരുടെ എന്താണ് സ്കില്ലുള്ള നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സിനെ ഒക്കെ തന്നെ റിക്രൂട്ട് ചെയ്യുക. അതുപോലെ ഇൻ സർവീസ് ആണെങ്കിലും പ്രീ സർവീസ് മാത്രമല്ല, പ്രീ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന TTC അതൊക്കെയാണ്. അതുപോലെ ഇൻ സർവീസ് അവർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ടീച്ചിങ്ങിൽ വരുന്ന അപ്ഡേഷനും അത് റിലേറ്റഡ് ആയിട്ടും നമ്മൾ ഓരോ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ വരും. കണ്ടിന്യൂസ് ആയിട്ടുള്ള അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, നല്ലൊരു സർവീസ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതായത് ടീച്ചേഴ്സും അവിടുത്തെ ഫാക്കൾട്ടീസും ഒക്കെ നല്ല രീതിയിൽ നല്ല ഫ്രീ ആയിട്ട് നല്ല ഒരു പോസിറ്റീവ് വർക്കിംഗ് എൻവയോൺമെന്റിലൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. A light but tight regulatory framework to ensure integrity, transparency, and resource efficiency of the educational system through audit and public disclosure, while encouraging innovation and out-of-the-box ideas through autonomy, good governance, and empowerment. അപ്പൊ എന്താണ് നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുമ്പോൾ അവിടുത്തെ റിസോഴ്സിന്റെ എഫിഷ്യൻസി ആണെങ്കിലും അതൊക്കെ തന്നെ നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടായിരിക്കണം. അതായത് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഓഡിറ്റ്, പബ്ലിക് ഡിസ്ക്ലോഷർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എന്താണ് നല്ലൊരു ഗവേണൻസിന്റെ ഭാഗമായിട്ട് എംപവർമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻകറേജ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഐഡിയാസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്കൂളിലുള്ള എത്രത്തോളം റിസോഴ്സുകൾ ഉണ്ട്, അപ്പം അതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഓഡിറ്റിന്റെയും പബ്ലിക് ഡിസ്ക്ലോഷറിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പബ്ലിക്കിന്റെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം ഈ മന്ത്രിമാരൊക്കെ ഈ എന്താണ് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഇത്തരത്തിൽ എന്താണ് അവരുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ്, എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാറില്ലേ. അപ്പം ആ ഒരു രീതിയിലൊക്കെ തന്നെ എന്താണ് നമ്മൾ അത്രത്തോളം നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ പബ്ലിക്കിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. Then outstanding research as a core requisite for outstanding education and development. അതുപോലെ എഡ്യൂക്കേഷൻ ഫീൽഡില് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് റിസർച്ചുകൾ നടത്തുകയും എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിൽ റിസർച്ച് നടത്തി അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ ഫീൽഡ് അപ്ലൈ ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡ് എപ്പോഴും എന്താണ് ഒരു പ്രോബ്ലം ഫ്രീ ആയിട്ട് നമ്മൾക്ക് എക്സിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. ദെൻ കണ്ടിന്യൂസ് റിവ്യൂ ഓഫ് പ്രോഗ്രസ് ബേസ്ഡ് ഓൺ സസ്റ്റൈൻഡ് റിസർച്ച് ആൻഡ് റെഗുലർ അസസ്മെന്റ് ബൈ എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അസസ് ചെയ്തുകൊണ്ടേയിരിക്കണം എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്ത് റെഗുലർ ആയിട്ട് അതിനെ അസസ് ചെയ്ത് ആ ഒരു എഡ്യൂക്കേഷണൽ എക്സ്പേർട്സിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. A rootedness and a pride in India and its rich, diverse, ancient and modern culture and knowledge system and tradition. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നമ്മുടെ ഇന്ത്യക്ക് ഒരു എന്താണ് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ ഭയങ്കര അഭിമാനത്തോടെയാണ് അല്ലെ ബ്രിട്ടീഷുകാരിൽ നിന്നൊക്കെ ഫ്രീഡം കിട്ടി ഇത്രത്തോളം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ആ ഒരു പാരമ്പര്യവും നമ്മുടെ ആ ഒരു റിച്ച്നെസ്സും അതുപോലെ തന്നെ ആ ഒരു
കൾച്ചറലി റിച്ച്നെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അതുപോലെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സുകൾ, നമ്മുടെ ആൻഷ്യൻ കൾച്ചർ, മോഡേൺ കൾച്ചർ, നമ്മുടെ നോളജ് സിസ്റ്റം, ട്രഡീഷൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ വാല്യൂസ് ഒക്കെ കുട്ടികളും അറിഞ്ഞിരിക്കണം. Then education is a public service. Access to quality education must be considered a basic right of every child. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പൊതു സേവനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുപോലെ തന്നെ ബേസിക് അപ്പൊ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും ബേസിക് റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിൽ അതിപ്പോ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഓരോ കുട്ടികൾക്കും എന്താണ് ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ആക്സസ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ്. ദെൻ substantial investment in a strong, vibrant public education system, as well as the encouragement and facilitation of true philanthropic private and community participation. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ നല്ല രീതിയിലൊരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹ്യൂമൻ ബീങ്സിന്റെ ആണെങ്കിലും പ്രൈവറ്റ്, അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള തൽപരകക്ഷികളായിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇതിനെ എൻകറേജ് ചെയ്ത് നല്ലൊരു പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾക്ക് സ്ട്രെങ്തൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ ആൾക്കാർക്ക് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പ്രൈവറ്റ് സ്കൂളൊക്കെ നല്ല ഹൈ സ്റ്റാൻഡേർഡ് ആണ്, പബ്ലിക് സ്കൂള് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡും ഇല്ല, പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല. ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് നല്ലൊരു എന്താണ്, പ്രൈവറ്റ് എഡ്യൂക്കേഷനേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ളതായി മാറ്റണം പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് NPE-യുടെ, അതായത് 2020-ലെ NPE-യുടെ മെയിൻ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രീ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ NEP എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാം. In 2021, there are almost 450 preschool franchisee providers in India. However, a positive step forward in the direction of formalizing preschool education has come forth through the NEP, National Education Policy 2020. അപ്പോൾ ഏകദേശം 450ഓളം പ്രീസ്കൂൾ ഫ്രാഞ്ചൈസുകൾ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ കൂടുതൽ ഫോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലൂടെ എന്താണ്, NEP-യിലൂടെയും അതിൽ കൂടുതൽ ഇംപ്രൂവ്മെന്റുകൾ വരുത്താനും അതിന്റെ ക്വാളിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. The NEP 2020 has placed a great deal of importance on early childhood care and education, advocating that the foundational stage, that is 3 to 8 years, is critical and requires official formation intervention. അപ്പം NEP 2020-യിലൂടെ എന്താണ്, ആദ്യത്തെ 5 വർഷങ്ങൾ 5+3+3+4 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിലെന്താണ്, ആദ്യത്തെ 5 വർഷങ്ങൾ 3 മുതൽ 8 വയസ്സ് വരെയുള്ള ആ ഒരു പ്രീ സ്കൂൾ, LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ആ 5 വർഷങ്ങൾ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏർലി ചൈൽഡ്ഹുഡ് കെയറും എഡ്യൂക്കേഷനും ഒക്കെ കൊടുത്ത് അവരുടെ ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആക്കിയിട്ട് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറ അവരുടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ മുന്നോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സക്സസിലോട്ട്, ആ ഒരു അച്ചീവ്മെന്റിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ്. In fact, NEP 2020 has advocated replacing the traditional 10+2 schooling system with a 5+3+3+4 system. In this structure, first 5 years include 3 years of preschooling. അപ്പൊ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു 5+3+3+4 സിസ്റ്റത്തിലൂടെ എന്താണ്, അവിടെ എന്ത് ചെയ്തു, നമ്മള് ഒരു 10+2 സിസ്റ്റം മാറ്റിയിട്ട്, അതായത് 12 വർഷങ്ങൾ എന്നുള്ളത് 15 വർഷമാക്കിയിട്ട് ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് പ്രീ സ്കൂളിംഗ് ആണ്. അപ്പം ആദ്യത്തെ ആ പ്രീ സ്കൂളിങ്ങും അതുപോലെ തന്നെ ആദ്യത്തെ പ്രൈമറി സ്കൂളുകളിലുള്ള ആദ്യത്തെ 2 വർഷങ്ങൾ, ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും, അങ്ങനെ ആ ഒരു ആദ്യത്തെ 5 വർഷത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രീ സ്കൂൾ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ്,
വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് കെയർ കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം 3 മുതൽ 6 വയസ്സ് വരെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും ദെൻ പിന്നീട് വരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, പിന്നീട് LP ആ ഒരു സെക്ഷനുള്ള 3 ഇയേഴ്സ്, UPയിലുള്ള 3 ഇയേഴ്സ്, ദെൻ സെക്കൻഡറി, ഹയർ സെക്കൻഡറി 9 to 12 ദാറ്റ് 4 ഇയേഴ്സ്. അങ്ങനെ ടോട്ടൽ 15 ഇയേഴ്സ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ NEP 2020 മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ വാട്ട് ആർ ദ കീ പോയിന്റ്സ് ഓഫ് സർജൻ റിപ്പോർട്ട്സ്, സർജൻ റിപ്പോർട്ട്സിന്റെ മേജർ റെക്കമെൻഡേഷൻസ് ആണ് എഴുതേണ്ടത്. അതുപോലെ അത് വന്നിട്ടുള്ള ഇയർ, ചെയർമാൻ, അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. കമ്പയർ ദ റെക്കമെൻഡേഷൻ ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇപ്പൊ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള ഒരു കമ്പാരിസൺ പോലെ ഒന്നുകിൽ 2 കോളായിട്ടോ അല്ലെങ്കിൽ 2 ഹെഡിങ് ആയിട്ടൊക്കെ നിങ്ങൾ എഴുതുക കേട്ടോ. Then what is the purpose of Pre-Primary School Accreditation Council of India? Pre-Primary School Accreditation Council of Indiaയുടെ പേർപ്പസ് എന്താണെന്നാണ് എഴുതുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? അപ്പൊ നമുക്കറിയാം പ്രീ പ്രൈമറി സ്കൂളുകളുടെ സ്റ്റാൻഡേർഡ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ അക്രഡിറ്റ് ചെയ്യാനും സർട്ടിഫിക്കേഷൻ കൊടുക്കാനും ആ ഒരു രീതിയിൽ എല്ലാ രീതിയിലും പ്രീ സ്കൂളിനെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. Then fourth one, what are the important features of NEP 2020? അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പഴയ 10+2 സിസ്റ്റം മാറ്റിയിട്ട് 5+3+3+4 സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ അതിന്റെ മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതാട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.